യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കൊള്ളരുതായ്മ നേരിട്ടിരിക്കുന്നു. പുതിയ ഒരു പരാതി പോയിരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ശരിയാണോന്ന് എനിക്കറിയില്ല. AICC ജനറൽ സെക്രട്ടറിക്ക് പരാതി പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകളോട് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറിയിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് മോശമായി പെരുമാറി എന്ന് VD സതീശനും പല നേതാക്കന്മാരും അഡ്മിറ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല? എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പദവി അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുന്നതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല? അത് കാണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് VD സതീശൻ അടക്കമുള്ള VD സതീശനാണ്. VD സതീശന്റെ സംരക്ഷണ വലയത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് BJPക്ക് പറയാനുള്ളത്, ഒരു സ്ത്രീ പരാതി പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, മറ്റൊരു സ്ത്രീ പരാതി ഉന്നയിച്ചിട്ടുണ്ട്, ആ പരാതിയിൽ ഞാൻ സംസാരിച്ചു എന്ന് VD സതീശൻ പറഞ്ഞിട്ടുമുണ്ട്. പരാതി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. പിണറായി സർക്കാർ സ്ത്രീ സംരക്ഷക സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ VD സതീശനെതിരെ FIR ഇടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. VD സതീശനെതിരെ സുമോട്ടോ FIR ഇടണം. UP കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരാതി ഓറലായി വന്നാൽ പോലും കേസ് രജിസ്റ്റർ ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പിണറായി വിജയൻ തയ്യാറാണോ, അതോ VD സതീശനുമായി ഒത്തുകളിച്ച് ഒതുക്കി തീർക്കുമോ എന്നും BJP സംശയിക്കുന്നു. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ സ്നേഹക്കടയിലെ വിൽപ്പനക്കാരൻ്റെ വിൽപ്പന, വാങ്ങലും വിൽപ്പനയും എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു. സ്നേഹക്കടയിലെ വിൽപ്പന, വാങ്ങലും വിൽപ്പനയും ഇതാണോ മാതൃക? സ്നേഹക്കടയുടെ മാതൃകയാണോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ? BJPക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, പരാതികൾ ഇനിയും ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയെ അവരുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ്. കല്യാണിക്കുട്ടി അമ്മയുടെ ചാരിത്രം ചോദ്യം ചെയ്ത ആളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. 1 വർഷം തിരഞ്ഞിട്ടില്ല. കല്യാണിക്കുട്ടി അമ്മയുടെ ശാപമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. സ്ത്രീയുടെ കൈകൊണ്ട് തന്നെ അയാൾ ഇല്ലാതാവും. ഇത് കല്യാണിക്കുട്ടി അമ്മയുടെ ശാപം കൂടിയാണ്. പലരും പറയുന്നുണ്ട് B. ഗോപാലകൃഷ്ണൻ ജ്യോത്സ്യനാണോ? B. ഗോപാലകൃഷ്ണൻ വർഷങ്ങളായിട്ട് നേരത്തെ ഇത് കണ്ടെത്തിയോ? ഞാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഒരു സത്യസന്ധമായ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ചാനലിൻ്റെ പേര് പറയുന്നില്ല, ഒരു ചാനലിൽ ചർച്ച കഴിഞ്ഞ് ഞാൻ വെളിയിൽ വീട്ടിലേക്ക് വന്നപ്പോൾ പലരും വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീ എന്നെ വിളിച്ചു. ഇത് വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്. എൻ്റെ കയ്യിൽ ആ സ്ത്രീയുടെ നമ്പർ അടക്കമുണ്ട്. ആ സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കോളേജിലെ നിങ്ങളുടെ കൂടെ ചർച്ചയ്ക്കിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോളേജിലെ സഹപ്രവർത്തകയായിരുന്നു. ഞാനും അന്ന് KSUവിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ സാറുമായി സംസാരിച്ച ആ വ്യക്തിയുടെ സ്വഭാവം വളരെ മോശമാണ്. ആ വ്യക്തി, സ്ത്രീകളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ഇടപെടൽ വളരെ മോശമാണെന്ന് വ്യക്തിപരമായ അനുഭവമുള്ളയാളാണ് ഞാൻ.
ഇന്ന് അയാൾ നേതാവാണ്. പക്ഷെ ഞാനിത് നിങ്ങളോട് ബി ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. സ്നേഹക്കടയിലെ വാങ്ങലും വിൽപ്പനയും എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞു, ഇതാണോ മാതൃക എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിക്കുകയാണ്.